നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ലെങ്കിലും ശരിദോഷം പിടിച്ച ഇവളുടെ ജീവിതത്തില് ഏത് നല്ല കാര്യം വന്നാലും ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയിൽവാസം. അതല്ലേ പതിവ്. അച്ഛാ, അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിലായിരുന്നതുകൊണ്ടാ. സ്വന്തം അച്ഛന്റെ ജീവനേക്കാൾ വലിയ അത്യാവശ്യം എന്താടാ നിനക്കുള്ളത്? സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തണം, അല്ലാതെ ആവശ്യമില്ലാത്തവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത്. അല്ല, നിനക്കെന്തോന്നറി സാഗറിന്റെ കുടുംബത്തെ കാര്യം? എന്താടാ ചോദിച്ച കേട്ടില്ലേ? സാഗറിന്റെ കുടുംബകാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നതെന്ന്? സാഗറിന്റെ വീടിന്റെ അടുക്കള ചെന്ന് അവന്റെ കുടുംബകാര്യത്തിലൊന്നും ഞാൻ ഇടപെട്ടില്ല. അവന്റെ ഭാര്യ രാഖി ദിയമോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തു. നിന്റെ ആരടാ ഈ നരുന്ന്? എന്ത് ബന്ധമാടാ നിനക്ക് വെളിയിൽ അവകാശപ്പെടാനുള്ളത്? നിനക്ക് ജനിച്ചാണോ ഈ സാധനം? അതോ നിന്റെ ഭാര്യ നീ അവകാശപ്പെടുന്ന ഇവിടെ പറ്റതാണോ? മനസ്സിലായില്ലേ? ഇവളുടെ മൂത്താംകുടിയിലെ സന്താനമാണോ ഇതെന്ന്? അവൻ ദിയമോളെ രക്ഷിക്കാൻ പോയിരിക്കുന്നു. അന്തസ് വേണോടാ, അന്തസ്. ഈ നിൽക്കുന്ന ദിയമോളെ ഞാൻ കെട്ടിയ ഭാര്യയുടെ മൂത്താംകുടിയിലെ സന്തതി ഒന്നുമല്ല. എന്റെ മോള. ഇവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ വന്ന അതിന് ഏത് കോടി കെട്ടിയവനാണെന്ന് പറഞ്ഞാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അത് പറഞ്ഞേക്ക്. അച്ഛനെ ഈ കാര്യം വിളിച്ചു പറഞ്ഞവൻ ആരാണെന്ന് വെച്ചാ അവനോട്. മോളെ. മോളെ വാ. അച്ഛമ്മേ, അച്ഛച്ച, സുചിത്രാന്റി, മോനെ ദിയമോള്. ജഗനങ്കള അച്ഛച്ച എന്നെ രക്ഷിച്ചത്. ജഗനങ്കൾ ഇല്ല എന്നെങ്കിലേ ആ രാഗി ആന്റി എന്നെ കൊന്നേനെ. മോനെ, ഇതിനൊക്കെ എന്ത് പകരം തന്നാ മതിയാവുന്നറിയില്ല. ആ രാക്ഷസി ദിയമോളെയും കൊണ്ട് പോയപ്പോ ആകെ തളർന്നു പോയി ഞങ്ങള്. ഇതൊക്കെ ആദ്യം ആലോചിക്കണമായിരുന്നു.
കണ്ണി കണ്ടവരെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുമ്പോ എന്തെങ്കിലും അവരുടെ അവകാശികൾ വരുമെന്ന് അറിയണം. അവകാശപ്പെട്ടവരിൽ നിന്ന് കൊച്ചിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വീരവാദം മുഴക്കുന്നു. ചെയ്തു കൂട്ടിയ വിവരക്കേടിന് പ്രശംസിക്കാൻ എത്ര പേര്. ജഗൻ ചെയ്തതെന്തോ മഹാകാര്യമാണത്രേ. അവര് കൊണ്ട് കേസ് കൊടുത്താലേ കൂട്ടത്തോടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, സമ്മതക്കാരെ കൂടി വിളിച്ചോ, വിരുന്നങ്ങ് ജയിലിലാക്കാം, സർക്കാർ ചെലവില്. പ്രകാശേട്ടോ, എന്താ ഇതൊക്കെ? നിർത്തേ. അല്ലെങ്കിലും ശനിദോഷം പിടിച്ച ഇവളുടെ ജീവിതത്തില് ഏത് നല്ല കാര്യം വന്നാലും ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ജയിൽവാസം. അതല്ലേ പതിവ്. മതി. സഹോദരിയെ അവളെ കെട്ടിയ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് തമാശക്കാണെങ്കിൽ പോലും അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പ്രകാശൻ ഇങ്ങനെ സംസാരിച്ചതിന് ഞാൻ മോനോട് ക്ഷമ ചോദിക്കാം. അയ്യോ അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിയമമൊക്കെ വേണ്ടി മാത്രമല്ല, ഏത് കുട്ടിക്ക് വേണ്ടിയായാലും ഞാൻ ഇതേ ചെയ്യും. ഇപ്പൊ ഈ മോള് എന്റെ കൂടി മോളാ. നല്ലൊരു ദിവസമായിട്ട് എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കാതെ ആഹാരം കഴിക്കാം. ആ, മോള് പറഞ്ഞതാ ശരി. എല്ലാരും വരൂ. വാ മോളെ. എവിടെത്തി? നിങ്ങൾ എത്താറായോ? അമ്മേ, അത് എത്താറായെങ്കിലേ നിങ്ങളും കൂടെ വന്നിട്ട് ചോറ് വിളമ്പാലോ എന്ന് വിചാരിച്ചിട്ട്. അത് അമ്മേ, വിരുന്ന് നടക്കട്ടെ അമ്മേ. ഞങ്ങൾ വരുന്ന കാര്യം സംശയം. അയ്യോ, ഏട്ടനെന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് എപ്പോഴും മോളെ? അത് കഴിഞ്ഞിട്ട് വന്നാ മതി. അമ്മേ, അത് പറ്റില്ല. മീറ്റിംഗ് ബാംഗ്ലൂരിലാ അമ്മേ. ബാംഗ്ലൂരോ? അതെ അമ്മേ. എങ്കില് വിക്രം പോട്ടെ, മോളിങ്ങോട്ട് പോരെ. ഞങ്ങൾ ഒരുമിച്ചാ അമ്മേ പോകുന്നത്. എന്നാലും കഷ്ടായി പോയല്ലോ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.